ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിനാസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ടിക്കയാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കളർ കണ്ടാൽ മനസ്സിലാവും, നോർമൽ ടിക്കയല്ല, ഹരിയാലി ചിക്കൻ ടിക്കയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ കുബ്ബൂസും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടിക്ക തയ്യാറാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ടിക്ക തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് സാധാരണ ബോൺലെസ് ചിക്കനാണ് നമ്മൾ ടിക്ക തയ്യാറാക്കാൻ വേണ്ടി എടുക്കൽ. അപ്പോൾ ഞാനിവിടെ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ജാറിലേക്ക് ഒരു 3 പച്ചമുളക്, 3 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് മല്ലിയിലയും അതേപോലെ തന്നെ പുതിന ഇലയാണ്. അപ്പോൾ അത് അത്യാവശ്യത്തിന് നല്ലോണം എടുക്കണം, കാരണം ഈ ഒരു ഇലയുടെ കളറാണ് നമ്മൾ ഈ ഒരു ചിക്കന് കിട്ടുന്ന ഗ്രീൻ കളറ്. വേറെ എക്സ്ട്രാ കളറൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. ഇനി ഇതിലേക്കൊരു പകുതി ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. അപ്പം ഈ ഒരു മിൽക്ക് പൗഡർ നിങ്ങൾ എന്ത് ചെയ്താലും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഒരു മിൽക്ക് പൗഡർ ചേർക്കുമ്പോൾ നമ്മളെ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി മധുരം കുറവുള്ള മിൽക്ക് പൗഡർ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ എക്സ്ട്രാ നമ്മൾ ഇനി മസാലകളൊന്നും ചേർത്ത് കൊടുക്കണില്ല, മസാല പൗഡേഴ്സ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കനിലെ മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുബ്ബൂസിനുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1/2 കപ്പ് വെള്ളവും, ഒരു ഇളം ചൂടോട് കൂടിയിട്ടുള്ള വെള്ളവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് പൊങ്ങി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട പൊടികൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ 3.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് നമ്മൾ ഫസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനും. ഓവർ ലൂസായി പോകാനും പാടില്ല, എന്നാൽ ചപ്പാത്തിൻ്റെ മാവ് പോലെയല്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹാർഡായി പോകരുത്, നല്ല ലൂസിൽ തന്നെ വേണം കുഴച്ചെടുക്കാൻ. ഹാർഡായി പോവുകയാണെങ്കിൽ നമ്മളെ കുബ്ബൂസും നല്ല ഹാർഡായി പോവും, സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ടിക്ക ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബോൺലെസ് ചിക്കൻ്റെ ആ ഒരു പീസൊക്കെ ഞാൻ ഇതേപോലെ സ്ക്യൂവറിൽ വെച്ച് ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റിക്ക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, അതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള പീസൊക്കെ ഞാൻ ഇതേപോലെ സ്റ്റിക്കിൽ കുത്തി കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചിക്കൻ്റെ നടുവിലൊക്കെ ആയിട്ട് ഉള്ളി, തക്കാളി, പിന്നെ ക്യാപ്സിക്കം അങ്ങനെയുള്ളതൊക്കെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കുത്തി കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ പ്ലെയിനായിട്ട് ചിക്കൻ മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ളത് മൊത്തം ഇതേപോലെ സ്റ്റിക്കിൽ കുത്തി കൊടുത്ത്, അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു തവ പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ബട്ടറാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഓരോ സ്റ്റിക്ക് വീതം ഈ ഒരു തവയുടെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലുകളുള്ള പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതേപോലെ ഒരു നോർമൽ ഫ്രൈ പാനിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇത് സാധാരണ ബോൺലെസ് ചിക്കനേക്കാളും കുറച്ച് വേവ് കൂടുതലായിരിക്കും. നമ്മളെ ബോൺലെസ് ചിക്കന് പൊതുവേ വേവ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് അധികം ഓയിലൊന്നും വേണ്ട. അധികം ഓയിലൊന്നും ഇല്ലാതെ ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് വെന്ത് വരും. അങ്ങനെ നമ്മുടെ ടിക്ക ഇവിടെ റെഡിയായി. ഇനി ഇത് ഓരോന്നെടുത്തിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റണുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ നല്ല പച്ച കളറിൽ നമ്മൾ ഹരിയാലി ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്തെടുത്തതും ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കുബ്ബൂസിനുള്ള മാവുണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് ഞാൻ കുറച്ച് സമയം ടേബിൾ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചതിന് ശേഷം ഇതേപോലെ ഉരുളാക്കിയെടുത്തത്. ഇനി ഇത് ഒരു കുബ്ബൂസിൻ്റെ ആ ഒരു വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഓവർ തിന്നാവാനും പാടില്ല, ഓവർ കട്ടിയാവാനും പാടില്ല. ഏകദേശം നമുക്കറിയാലോ ഒരു കുബ്ബൂസിൻ്റെ വലുപ്പം എങ്ങനെയാണ്. അപ്പോൾ അതേപോലെ വേണം പരത്തിയെടുക്കാനും. ഇത് പരത്തിയതിൻ്റെ ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ആ സമയം കൊണ്ടും ഇത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ നോർമൽ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ ബബിൾസ് വരാൻ തുടങ്ങുമ്പം പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് 4 സൈഡും ഒന്ന് ഇതേപോലെ നമ്മൾ സ്പാച്ചിലയോ എന്താണെന്നുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ കുബ്ബൂസ് പൊങ്ങി വരാം. അപ്പോൾ എങ്ങാനും അത് പൊട്ടിപ്പോവുകയാണെങ്കിൽ ആ ഒരു പൊട്ടിപ്പോണ ഭാഗം നോക്കി ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി നന്നായിട്ട് പൊങ്ങി വരും. ഒരിക്കലും നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവുകയും ചെയ്യും. കുബ്ബൂസിൻ്റെ ഉൾഭാഗം ഒന്നും വെന്തും കിട്ടൂല. അപ്പോൾ ബാക്കിയുള്ളതും അതേപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ കുബ്ബൂസ് മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം കട്ടിയിലുള്ള വലുപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് പൊട്ടറ്റോ. അപ്പോൾ അത് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ചേർത്തിട്ട് ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഓവർ ചൂടായിട്ട് വെന്ത് പോകരുത്. ജസ്റ്റ് ഒരു ഹാഫ് കുക്ക് എന്ന് പറയുന്നില്ല, ഒരു 1/4 ഭാഗം കുക്കായാൽ മതി. ഓവർ കുക്കായാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അപ്പം അതിന് ശേഷം ഒരു ഓട്ടപാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിലിട്ടിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള പൊട്ടറ്റോയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിയാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിനാണ് നമ്മളിത് ആദ്യം ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ഭാഗത്തോളം കുക്കായാൽ മതി എന്ന് പറയണത്. ഓവർ കുക്കായാൽ ഇതേപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അങ്ങനെ പൊടിഞ്ഞു പോയാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം പൊട്ടറ്റോ കുറച്ച് ഓയിൽ വലിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മൊത്തമായിട്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇവിടെ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടതിൻ്റെ ശേഷം നല്ല ചൂടായതിൻ്റെ ശേഷം വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഫ്ലെയിം നമ്മൾ കുറയ്ക്കരുത്. നന്നായിട്ട് തിള വന്നതിൻ്റെ ശേഷം മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം തീ ഉണ്ടാവാൻ. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. നിങ്ങൾ വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലീൻ ആയിട്ടുള്ള തുണിയിലേക്കോ ഇടാണെങ്കിൽ അതിലെ എണ്ണ ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും.
അപ്പോൾ നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹരിയാലി ചിക്കൻ ടിക്കയും കുബൂസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മയനൈസും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡെക്കറേഷനൊന്നും കൊടുത്തിട്ടില്ല, ഇപ്പം തന്നെ സമയം ഒരുപാടായി. അപ്പം എല്ലാം കൂടി ഒരു പ്ലേറ്റിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിന്നർ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഹരിയാലി ചിക്കൻ ടിക്ക സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.